ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരർ സാക്ഷിയായേക്കും. പോറ്റിയുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുമാണ് തന്ത്രിയിൽ നിന്നും മൊഴിയെടുക്കുക. നിർണായക വിവരങ്ങൾ തന്ത്രിക്ക് നൽകാൻ കഴിയുമെന്നാണ് സൂചന. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട്. സഹിനെ, ഈ ജയിൽ മോചിതരായ ശേഷം തന്ത്രിയെ ED ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരുന്നു. ഇപ്പോൾ സാക്ഷിയാക്കുമെന്ന സൂചനയും വരുന്നു. വിവരങ്ങൾ എന്താണ് ED നീക്കം? തീർച്ചയായിട്ടും ചെയ്തു, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ തന്ത്രിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് സാക്ഷിയാക്കുന്നതിന് വേണ്ടിയാണ്. നിർണായകമായ തെളിവുകൾ തന്ത്രിയിൽ നിന്ന് ലഭിക്കുമെന്നൊരു വിശ്വാസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധവും പോറ്റിയുടെ ഇടപെടലുകളും, ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും, ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിയുടെ പങ്കുമെല്ലാം കൃത്യമായിട്ട് തന്നെ തന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തന്ത്രിയെ വിളിച്ചു വരുത്തുന്നത് സാക്ഷിയാക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തെ സാക്ഷിപ്പട്ടികയിലായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടുത്തുക. നിലവിൽ കഴിഞ്ഞ ആഴ്ച മാത്രം 12 പേരെ ആയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നത്. ഈ ആഴ്ചയും ചോദ്യം ചെയ്യൽ തുടരും. ഈ ആഴ്ച തന്ത്രിയെയും വാസുവിനെയും അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ തന്ത്രിയുടെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. അദ്ദേഹത്തെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയായിരിക്കും ചോദ്യം ചെയ്യുക. ഓക്കെ, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.